കേരളം പോലൊരു സ്ഥലത്ത് ചരിവ് പ്രദേശങ്ങൾ കാര്യമായുള്ളൊരു സ്ഥലത്ത്, മലനാട്, ഇടനാട്, സമുദ്രനിരതിയിൽ നദികൾ ഒഴുകുന്നൊരു സ്ഥലത്ത്, വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഇത് പറ്റില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ മുഴുവൻ വാദം. ആ വാദത്തിൽ തട്ടിയാണ് കേന്ദ്ര സർക്കാരുമൊക്കെ ഇതിനകത്ത് പരിസ്ഥിതി പ്രശ്നവും മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അനുമതി കൊടുക്കാതിരുന്നത്. ഈ വാദം കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞത് നമ്മൾ കണ്ടില്ലേ. 9 സ്ഥലത്താണ് ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടിയും വിപുലീകരണ പരിപാടിക്കും ഇടയ്ക്ക് ഇതുപോലെ തന്നെ വലിയ മൺകൂനൽ എംബാർക്ക്മെൻ്റ് ഉണ്ടായി. കേരളത്തിൽ 13-14 അടി പൊക്കത്തിൽ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നിങ്ങൾ കേരളിന് പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ പുതുതായ രീതിയിൽ ദേശീയപാത വിപുലീകരിച്ചപ്പോൾ 9 സ്ഥലത്താണ് ദേശീയപാത തകർന്നു വീണത്. ഒരുപാട് വീടുകൾക്ക്, നാട്ടുകാർക്ക് ഒക്കെ അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുന്ന സംഭവം ഉണ്ടായി. എത്ര സ്ഥലത്താണ് ഇപ്പോൾ കൂരിയാട് മലപ്പുറത്ത് മുതൽ കണ്ണൂർ 3 സ്ഥലത്ത്, ചാവക്കാട്, തൃശ്ശൂർ, എല്ലാ ജില്ലയിലും ഉണ്ട്. കാസർഗോഡാണെങ്കിൽ കാഞ്ഞങ്ങാടും മലാപ്പറമ്പിലും, മലപ്പുറത്ത് തലപ്പുറയിൽ, കൊല്ലത്ത് മൈലക്കാട്, ഇത്രയും സ്ഥലത്ത് സംഭവിച്ചു. അപ്പോൾ 9 സ്ഥലങ്ങളിലുണ്ടായി. ഈ 9 സ്ഥലങ്ങളിലും എന്താണോ കേരളയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രശ്നം, നിങ്ങൾ വലിയ മൺകൂനകൾ കെട്ടിപ്പൊക്കി സ്വാഭാവികമായ നീരൊഴുക്ക് തടഞ്ഞാൽ, അന്ന് ആ ഭൂമിയുടെ രീതി മാറ്റിയാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയായി വന്ന സംഭവമായിരുന്നു ദേശീയപാതയുടെ പുനരുദ്ധാരണ പരിപാടി, വിപുലീകരണ പരിപാടി. ആ പ്രശ്നം പരിഹരിക്കാതെ കേരളത്തിൽ കേരളമെന്നല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല.